അഖിൽമാരാർക്ക് ഒരു വെല്ലുവിളി ആവുമോ? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. ആ പിന്നില്ലേ, ഈ നാട് മൊത്തം അവനെതിരാ. എന്ത് ക്വാളിറ്റി അവനുള്ളത്, എന്ത് രാഷ്ട്രീയം ഉള്ളത്? ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കുന്നുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. BJPക്ക് വേണ്ടിയിട്ട് കോടാലിക്ക് അയ്യായിട്ട് മാറണേനാള് അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഓടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ചേട്ടാ അഖിൽമാരാരെ കുറിച്ച് എന്താ അറിയാ? ഞാൻ പറയാൻ ആദ്യമില്ല, ബിഗ് ബോസിൽ ഏതാണ്ട് കൺസ്യൂമേഴ്സിന് കാണിക്കുന്നുണ്ടായി, അത്രേ ഉള്ളൂ. സ്വാഭാവികം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അപ്പൊ BJPയുടെ വളർച്ച തടയാന്നുള്ളത് തന്നെയാണ്. BJPയുടെ സബ് ഏജന്റാണ് ഇവൻ. തളരരുത് രാമകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അഖിൽമാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJPക്ക് കിട്ടിയാണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലും വലിയ ബിഗ് ബോസുകൾ വന്നിട്ട് 10 നിലത്തോളാണ്ട് പോയിട്ടുണ്ട്. കേരളമാണ്. ജനസംസാരം അങ്ങനെയാ. അല്ലാണ്ട് മദ്രാസ് ആണെങ്കിൽ ശരിയാണ്, തമിഴ്നാട്ടിലൊക്കെ കിട്ടും. കഷ്ടപ്പെട്ടോക്ക് വെറുതെ. അദ്ദേഹം പറഞ്ഞ ബിഗ് ബോസ് കണ്ടവരെല്ലാരും അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ കാണണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നില്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലാണോ? മുന്നകില് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സഹിക്കുന്ന എനിക്കറിയാൻ പാടില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില് അഖിൽമാരാർ അറിയില്ലേ? അഖിൽമാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കണത്, ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. അഖിൽമാരാർ ആരാ പറഞ്ഞു? അതാരാ? പിന്നെ എന്ത് ജയിക്കും? അഖിൽമാന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഖിൽമാരാർ ആരാന്നറിയില്ല. ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും പറഞ്ഞു? ഉറപ്പുണ്ട് ജയിക്കുമെന്ന്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും പറഞ്ഞു? ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയണു. ആരാന്നറിയില്ലല്ലോ, പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? ആരാന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ? തമാശക്കാരൻ കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിലും തമാശക്ക് ഒരു പഞ്ഞുമില്ല. അഖിൽമാന് ജയിക്കും. എന്റെ പൊന്നേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എന്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ബിഗ് ബോസ് ഔട്ടിങ് അറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഈ ഇലക്ഷൻ അപ്പൊ ഹോട്ട്സ്റ്റാറിൽ നടക്കണ്. വോട്ടപ്പം അങ്ങനെ ഹോട്ട്സ്റ്റാറിലാണോ ചെയ്യണ്ടേ? എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.